Hi all friends, welcome to MTM Political Talk. നമ്മൾ സ്വർണ്ണവിലയുടെ ഇന്ന് വർധനവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സ്വർണ്ണവില കേരള വിപണിയിൽ ഇന്ന് ഒറ്റയടിക്ക് ഗ്രാമിന് 220 രൂപയും പവന് 1760 രൂപയും വർദ്ധിച്ചു. ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് 71,440 രൂപയിലാണ്. ഇനിയും വർധന ഉണ്ടാകുമോ, പെട്ടെന്ന് റേറ്റിൽ മാറ്റം വരുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പോഴേ അടുത്തിടെയായി 2 പ്രാവശ്യമൊക്കെ വില കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന ട്രെൻഡ് പുരോഗമിക്കുകയാണ്. രാജ്യാന്തര വിപണിയുടെ ചൂട് പിടിച്ചാണ് കേരള വിപണിയും വില വർദ്ധിച്ചിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ഇന്നലെ ഔൺസിന് $3,212 ആയിരുന്നു വില. അതേസമയം ഇന്ന് ഒറ്റയടിക്ക് അത് $3,300 കുതിക്കുകയായി. രാജ്യാന്തര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായും നമ്മുടെ മാർക്കറ്റിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് യുഎസിന്റെ റേറ്റിംഗ് കുറച്ചതാണ്. അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വിപണിയിലെ മറ്റു ചലനങ്ങളും കാരണമായിരിക്കാം. കാരണം വിപണി എല്ലാത്തിനെയും ആശ്രയിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഏത് ചെറുചലനങ്ങളും വിപണിയെ ബാധിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. റേറ്റിംഗ് ചെറിയ ശതമാനം കുറച്ചപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് മറ്റ് എല്ലാ മേഖലയും മാറ്റങ്ങൾ വരികയാണ്. ഡോളർ വ്യാപാരം മറ്റു വിപണിയെ ആശ്രയിക്കുന്ന മുഴുവൻ ഘടകങ്ങളും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വില വർധനവിന്റെ പ്രധാന കാരണം. പിന്നെ നമ്മുടെ സ്ഥിരം കാരണമായ യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, കുറയുന്ന പലിശ നിരക്ക്, ഇതെല്ലാം സ്വർണത്തിനെ കുതിക്കുവാൻ കാരണങ്ങളാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച്, ട്രെൻഡ് അനുസരിച്ച് വർധനവ് തന്നെയാണ് വിദഗ്ധരൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലോകത്തുണ്ടാകുന്ന എല്ലാ ചലനങ്ങളുടെയും ചൂട് പിടിച്ചാണ് ഇപ്പോൾ ഈ വർധനവ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനിയും ഉള്ള ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും വർധനവിന് സാധ്യത കൂടുതലാണ്. കാരണം റേറ്റിംഗ് ഏജൻസി മൂഡീസിന്റെ യുഎസിന്റെ റേറ്റിംഗ് ശതമാനം കുറച്ചതും നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷത്തില് ചെറിയ ചെറിയ അങ്കലാപ്പുകളൊക്കെ ലോക മാർക്കറ്റില് വിപണികളിലൊക്കെ പ്രകടമാകുന്നതും ഒക്കെ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം എന്ന ഖ്യാതി വർദ്ധിപ്പിക്കും. അപ്പോൾ സുരക്ഷിത നിക്ഷേപം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാകുമ്പോൾ സ്വർണത്തിന് സ്വാഭാവികമായും വില വർദ്ധിക്കും എന്നത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. മാർക്കറ്റിന്റെ പ്രധാന കാരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വില വർധനവിന്റെ പ്രധാന കാരണം മൂഡീസിന്റെ റേറ്റിംഗ് യുഎസിന്റെ റേറ്റിംഗ് കുറച്ചു എന്നുള്ളത് ഒരു പ്രധാന ഘടകമായി പറയുന്നുണ്ട്. എങ്കിലും മറ്റുള്ള ഒരുപാട് കാരണങ്ങളും ഇതിനുണ്ട്. ഇപ്പോൾ ഏതായാലും വിപണി എല്ലാത്തിനെയും ആശ്രയിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഡോളർ, ക്രൂഡ് ഓയിൽ, മറ്റുള്ള വ്യാപാരം, ഓയിൽ മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, എല്ലാ വിപണിയെയും ആശ്രയിച്ചാണ് സ്വർണത്തിന്റെ വില വർധനവും ഇവിടെ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. പ്രധാന ഘടകം ഇത് എന്ന് മാത്രം. മൂഡീസിന്റെ റേറ്റിംഗ് കുറച്ചതാണ് പ്രധാന ഘടകം എന്നതൊഴിച്ചാൽ മറ്റുള്ള ചലനങ്ങളൊക്കെ വിപണിയെ ബാധിക്കും. തീർച്ചയായും ഈ വിപണിയില് അടുത്ത മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ചെറിയ വില വർധനവില് തന്നെയാണ് സാധ്യത എന്നാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും വിപണി നമുക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കാം. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.